ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഈശോ നമുക്ക് നൽകുന്ന മനോഹരമായ സന്ദേശമാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈശോയുടെ പിന്നാലെയുള്ള യാത്രയാണ് എന്ന് നമുക്കറിയാം അല്ലേ. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ വചനത്തിൽ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സ്വയം പരിത്യജിക്കണം. ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയാനായിട്ട് സാധിക്കണം. എനിക്ക് ലഭിച്ചതൊക്കെയും എൻ്റെ ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഈ ഒരു ഭാവം ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുക. എല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നുള്ള മിഥ്യാധാരണയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട്. അങ്ങനെ ജീവിച്ചാൽ ഒരിക്കലും എനിക്ക് എൻ്റെ ദൈവത്തിന്റെ പിറകെ നടക്കാനായിട്ട് സാധിക്കത്തില്ല. ഒന്നാമത് ഞാൻ ഉപേക്ഷിക്കേണ്ടത് നമ്മളെ തന്നെ പരിത്യജിക്കും. ഞാൻ എന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞ് ദൈവസന്നിധിയിൽ എളിമയോടുകൂടി നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ കാര്യം എന്നാ, കൈയും വീശി പോകാനായിട്ട് ഒരിക്കലും ഈശോ പറയുന്നില്ല കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടമെന്ന് പറയുന്നത് സഹനമൊന്നും ഇല്ലാതെ സന്തോഷത്തോടുകൂടി ഈശോയെ അനുഗമിക്കാനായിട്ടാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ടൊക്കെ പറ്റുമല്ലോ, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സഹനം ഉണ്ടാകുമ്പോൾ എന്നെ അടുക്കും. പ്രാർത്ഥിച്ചു കിട്ടിയില്ല എങ്കിൽ പിന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞ് പള്ളിയിൽ പോലും വരാതെ മാറി നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയേ. എന്നാൽ കൃത്യമായിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുന്നു, മോനെ, നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാല് കയ്യും വീശി സന്തോഷമായിട്ട് വരാം എന്ന് നീ ചിന്തിക്കരുത്. മറിച്ച് നീ എങ്ങനെയാണ് വരേണ്ടത്? നീ കുരിശെടുത്തോണം. എപ്പോഴാണ് കുരിശെടുക്കേണ്ടത്? അനുദിനം. എല്ലാ ദിവസവും നിന്റെ ജീവിതത്തില് സഹനമുണ്ടാവും, വേദനകൾ ഉണ്ടാവും. ഈ വേദനകളും സഹനങ്ങളും സഹിക്കാനായിട്ടുള്ള മനസ്സോടുകൂടി അവ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായാൽ മാത്രമേ നിനക്ക് എന്നെ അനുഗമിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഈശോ നൽകുന്ന മനോഹരമായ സന്ദേശമായത് സഹനം ഏറ്റെടുക്കാനായിട്ട് ഓരോ ക്രിസ്ത്യാനിക്കും സാധിക്കണം. എന്നാൽ മാത്രമേ നീ ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സഹനം ഉണ്ടാകും കേട്ടോ. ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാല് തിരസ്കരണങ്ങളും സഹനങ്ങളും ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും ഉണ്ടാവും. മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയെന്ന് വരാം, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒന്നുമില്ലാതായി തീരാം. പക്ഷെ ഒന്ന് ഓർത്തോണം, ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഇവ സഹിക്കുന്നതെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും എന്നെ ഉപേക്ഷിക്കാത്ത, എന്നെ കരുതുന്ന എൻ്റെ ദൈവത്തിന്റെ കൂടെ നടക്കാനായിട്ട് എനിക്ക് സാധിക്കും. ദൈവത്തിന് വേണ്ടി സഹനം ഏറ്റെടുക്കുമ്പോഴാണ് കേട്ടോ. അല്ലാതെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ സഹനം ഏറ്റെടുത്താൽ എനിക്ക് ഇവയൊന്നും ലഭിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവനാകാനായിട്ട് നമുക്ക് തയ്യാറാവും. നമ്മളെ തന്നെ പരിത്യജിക്കാനായിട്ട്, ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞ് എളിമപ്പെടുവാനായിട്ട്, ഈശോയെ അനുഗമിച്ചുകൊണ്ട് കുരിശുകൾ എടുക്കുവാനായിട്ട്, സഹനങ്ങളിൽ വീണു പോകാതെ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് അവയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് നമ്മുടെ ക്രൈസ്തവ ജീവിതം പൂർത്തിയാക്കുവാനായിട്ട്, സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.